അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ചർച്ച ചെയ്യുന്ന കവിത പ്രശസ്തയായ കവയിത്രി സാവിത്രി രാജീവന്റെ അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന പ്രസക്തമായ കാലിക പ്രസക്തിയുള്ള ഒരു കവിതയെക്കുറിച്ചാണ്. നമുക്ക് കവിതയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് കവിയത്രിയെ ഒന്ന് പരിചയപ്പെടാം. മലയാളത്തിലെ പ്രശസ്ത കവിയത്രിയും അതുപോലെ ചിത്രകാരിയുമാണ് കവിയത്രി സാവിത്രി രാജീവൻ. 1956 ഓഗസ്റ്റ് 22 ഏറനാട് താലൂക്കിൽ വീട്ടിക്കാട് ഇല്ലത്ത് വീട്ടിക്കാട് നാരായണൻ നമ്പൂതിരിയുടെയും അതുപോലെ സാവിത്രി അന്തർജനത്തിൻ്റെയും മകളായിട്ടാണ് ജനിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പല പദ്ധതികളും നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ കവയിത്രി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല അവാർഡുകളും കവയിത്രിയിലേക്ക് തേടിയെത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് കേരള അക്കാദമി അവാർഡ്, കുഞ്ചുപിള്ള അവാർഡ്, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. ഞാൻ വിശദമായി കടക്കുന്നില്ല. നമുക്ക് കവിതയിലേക്കൊന്ന് വരാം. അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന ഈ പ്രസക്തമായ കവിതയുമായി ബന്ധപ്പെട്ട് കവിയത്രി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ കവിതയിൽ പ്രമേയ പരിസരമായിട്ട് പറയുന്നത്, പുതിയ കാലത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് അവരുടെ വൃദ്ധ സമയത്ത്, വാർദ്ധക്യത്തിൻ്റെ സമയത്ത് വില നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അപ്പോൾ വൃദ്ധസദനങ്ങൾ കൂടിക്കൂടി വരുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റുള്ള അവർക്ക് പരിഗണന ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് കടന്നു വന്നിരിക്കുന്നത്. അവർക്കൊരു ഓർമ്മപ്പെടുത്തലായിട്ട് നമുക്ക് ഈ കവിതയെ വായിച്ചെടുക്കാം. ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന യാതനകളുണ്ട്, വേദനകളുണ്ട്. അതുപോലെ അവർക്ക് കൂടെയുള്ളവർ തിരിച്ചു കൊടുക്കേണ്ട കരുതൽ, ആ കരുതലാണ് ഈ കവിതയിൽ വിശദീകരിക്കുന്നത്. ആരോഗ്യമുള്ള കാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അടുക്കളയിലും വീട്ടകങ്ങളിലും തേഞ്ഞു തീരുന്ന സ്ത്രീ അഥവാ അമ്മ എന്ന ബിംബമാണ് ഇവിടെ വരുന്നത്. നമുക്ക് കവിതയിലേക്കൊന്ന് പോയി നോക്കാം. അമ്മയെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴെന്ന പോലെ കരുതൽ വേണം. ഉടൽ കയ്യിൽ നിന്നും വീഴരുത്. ഇളം ചൂടായിരിക്കണം വെള്ളത്തിന്. കാലം നേർപ്പിച്ച ആ ഉടൽ കഠിനമണങ്ങൾ പരത്തുന്ന സോപ്പുലായനി കൊണ്ടാവരുത്. കണ്ണുകൾ നീറ്റരുത്. ഒരിക്കൽ നിന്നെ കുളിപ്പിച്ചൊരുക്കിയ അമ്മയുടെ കൈകളിൽ അന്ന് നീ കിലുക്കിക്കളിച്ച വളകൾ കാണില്ല. അവയുടെ ചിരിയൊച്ചയും നിന്റെ ഇളം കടിയേറ്റ പഴയ മോതിരം ആ വിരലിൽ നിന്ന് എന്നേ വീണ് പോയിരിക്കും. എന്നാൽ ഇപ്പോൾ അമ്മയുടെ കൈകളിലുണ്ട് ചുളിവിൻ്റെ എണ്ണമില്ലാത്ത ഞൊറിവളകൾ. എന്താണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? അമ്മയെ കുളിപ്പിക്കുമ്പോൾ, കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴെന്ന പോലെ കരുതൽ വേണം. അതായത് നമ്മൾ മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുമ്പോൾ, കുളിപ്പിക്കുമ്പോൾ എത്ര ശ്രദ്ധിക്കും, അതുപോലെ അതിനേക്കാൾ അമ്മയുടെ വാർദ്ധക്യ സമയത്ത് അവരെ പരിപാലിക്കണം. അവരെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധയോടെ അവരെ പരിപാലിച്ച് കുളിപ്പിക്കണം എന്നാണ് കവിയത്രി ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് പറയുന്നത്? ഉടൽ കയ്യിൽ നിന്ന് വീഴരുത്. ഇളം ചൂടായിരിക്കണം വെള്ളത്തിന്. ഉടൽ കയ്യിൽ നിന്ന് വീഴരുത്. ഉടൽ അഥവാ ശരീരം കയ്യിൽ നിന്ന് വീഴരുത്. നമ്മൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ, നിലത്ത് വീഴാതെ ശ്രദ്ധയോടെ കുളിപ്പിക്കാൻ ശ്രമിക്കും. അതുപോലെ നല്ല രീതിയിൽ പരിപാലിച്ച് അവരെ കുളിപ്പിക്കണമെന്നാണ്, അല്ലെങ്കിൽ പരിപാലിക്കണമെന്നാണ് കവിയത്രി ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇളം ചൂടായിരിക്കണം വെള്ളത്തിന്. അവർ 80-90 വയസ്സുള്ള വൃദ്ധകളാണ്.
അതല്ലെങ്കിൽ വാർദ്ധക്യത്തിലുള്ളവരാണ്. അപ്പോൾ അവരെ പരിപാലിക്കുമ്പോൾ അവർക്ക് ഒരു പക്ഷേ തണുപ്പുള്ള വെള്ളവും പറ്റില്ല, അതുപോലെ ചൂടുവെള്ളവും പറ്റില്ല. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ അവരെ കുളിപ്പിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? കാലം നേർപ്പിച്ച ആ ഉടൽ കഠിനമണങ്ങൾ പരത്തുന്ന സോപ്പുലായനി കൊണ്ട് പതക്കരുത്. കാലം നേർപ്പിച്ച ആ ഉടൽ, അതായത് വൃദ്ധകളായ അവർ ഒരുപാട് കാലം 90-80 വയസ്സുകൾ ജീവിച്ചവരാണ്. അപ്പോൾ അവരെ തൊലികളും ശരീരങ്ങളും നേർപ്പിച്ചിട്ടുണ്ട്, ദുർബലായിട്ടുണ്ട്. അപ്പോൾ കഠിന മണമുള്ള സോപ്പുലായനി കൊണ്ട് അവരെ പതക്കരുത്, അതായത് അവരെ പ്രയാസപ്പെടുത്തരുത് എന്നാണ് ഇവിടെ കവിത ഉദ്ദേശിക്കുന്നത്. കണ്ണുകൾ നീറ്റരുത്, ഒരിക്കൽ നിന്നെ കുളിപ്പിച്ചൊരുക്കിയ അമ്മയുടെ കൈകളിൽ അന്ന് നീ കിലുക്കി കളിച്ച വളകൾ കാണില്ല അവയുടെ ചിരിയൊച്ചയും. അതുപോലെ കുളിപ്പിക്കുന്ന സമയത്ത് കണ്ണുകൾ നീറ്റാൻ പാടില്ല. അതായത് ഉദ്ദേശിക്കുന്നത് ഒരു നിലക്കും അവരെ പ്രയാസം ഉണ്ടാക്കാതെ എല്ലാ നിലക്കും ശുശ്രൂഷിക്കണം എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. അന്ന് നീ കിലുക്കി കളിച്ച വളകൾ കാണില്ല, അതായത് നിന്നെ കുളിപ്പിച്ച ഒരു ദിവസം ഉണ്ടായിരുന്നു. ആ സമയത്ത് നിന്നെ നല്ല രീതിയിൽ കുളിപ്പിക്കുന്ന സമയത്ത്, ശ്രദ്ധയോടെ കുളിപ്പിക്കുന്ന സമയത്ത് ആ കൈകളിൽ വളകൾ ഉണ്ടായിരുന്നു. ആ വളകൾ കൊണ്ട് നീ കളിക്കാറുണ്ടായിരുന്നു. ആ വളകൾ നീ കുളിപ്പിക്കുമ്പോൾ ആ അമ്മയിൽ കാണില്ല എന്ന് കവി പറയുന്നു. നിന്റെ ഇളം കടിയേറ്റ പഴയ മോതിരം ആ വിരലിൽ നിന്ന് എന്നേ വീണു പോയിരിക്കും. അതെ, വളകൾ പോലെ തന്നെ മോതിരവും വീണ്ടാകില്ല, ദുർബലമായ കൈകളിൽ അത് ധരിച്ചിരിക്കില്ല എന്ന് ഉദ്ദേശിക്കുന്നു. അവസാനമായിട്ട് പറയുമ്പോൾ, എന്നാൽ ഇപ്പോൾ അമ്മയുടെ കൈകളിലുണ്ട് ചുളിവിൻ്റെ എണ്ണമില്ലാത്ത ഞൊറിവളകൾ. വാർദ്ധക്യ സമയത്ത് അവരെ കുളിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധയോടെ കുളിപ്പിക്കണം, ശ്രദ്ധയോടെ അവരെ പരിപാലിക്കണമെന്ന് കവിയത്രി ഉദ്ദേശിക്കുകയാണ്. പണ്ടുണ്ടായിരുന്ന മോതിരമോ വളകളോ അല്ല അവരിൽ കാണുന്നത്. ഇപ്പോൾ ഞൊറിവളകൾ, ദേഹമാസകളം ചുക്കിച്ചുളിഞ്ഞ ഞൊറിവളകൾ, സൗന്ദര്യം നഷ്ടപ്പെട്ട ഒരു അമ്മയായിട്ട്, സ്ത്രീയായിട്ട് മാറി. അതുകൊണ്ടൊന്നും നീ വീഴരുത്, അവരെ ശ്രദ്ധയോടെ നീ പരിപാലിക്കണമെന്ന് കവിയത്രി ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് കരുതലാണ് മുഖ്യം, അവരെ പരിഗണിച്ചിടണേ എന്ന് കവിയത്രി പറയുന്നു. നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.